ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഈസിലി അവൈലബിൾ ആണ് മെറ്റീരിയൽസും റിസോഴ്സസും എല്ലാം. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കാര്യമാണ് സക്സസ് സ്റ്റോറീസ് എന്ന് പറയുന്നത്. അതായത് വിജയിച്ച ആളുകളുടെ എക്സ്പീരിയൻസസ് അവർ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ പല ആളുകളും പല ആസ്പിരൻസും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ചിലപ്പോൾ അവരൊരു നല്ല ഇൻറ്റൻഷനോടെ ആയിരിക്കും ചെയ്യുന്നത്, പക്ഷേ ചിലപ്പോൾ അത് ബാക്ക് ഫയർ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അതിലൊന്നാണ് നമ്മൾ ഒരുപാട് സക്സസ് സ്റ്റോറീസ് ഇരുന്ന് കാണുക എന്നുള്ളത്. ഒരു ദിവസം മുഴുവൻ ഇരുന്ന് സക്സസ് സ്റ്റോറീസ് കാണുക. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള മോട്ടിവേഷൻ കിട്ടും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവിടെ മോട്ടിവേഷൻ മാത്രമേ നടക്കുന്നുള്ളൂ, ആക്ഷൻ അവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ മോട്ടിവേഷൻ വേണം. നമ്മൾ ഈ ഒരു ഫീൽഡിൽ പിടിച്ചു നിൽക്കണം, ഈ ഒരു ഫീൽഡിൽ കൺസിസ്റ്റൻ്റായിട്ട് നമ്മൾ എഫേർട്ട് എടുത്ത് പഠിക്കുക എന്ന് പറയുന്നതിന് മോട്ടിവേഷൻ തീർച്ചയായിട്ടും വേണം. ആ മോട്ടിവേഷൻ എടുത്തതിന് ശേഷം കൂടുതൽ ടൈം ആക്ഷനിലേക്ക് നിങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. അതായത് പഠിക്കാനിരിക്കുക. നിങ്ങൾ കൃത്യമായിട്ടൊരു ടൈം ടേബിൾ ഉണ്ടാക്കി, ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കി, ഒരു പ്ലാൻ ഉണ്ടാക്കി നിങ്ങൾ പഠിക്കാനിരിക്കുക. ആക്ഷനിലേക്ക് വരുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് എപ്പോഴൊക്കെ നിങ്ങൾ ഡൗൺ ആയി പോകുന്നു എന്ന് തോന്നുന്നു, അപ്പോഴൊക്കെ നമുക്ക് ഈ മോട്ടിവേഷണൽ സ്റ്റോറീസും സക്സസ് സ്റ്റോറീസും ഒക്കെ കാണാവുന്നതാണ്. സക്സസ് സ്റ്റോറീസിൽ നിന്ന് നമുക്ക് ഒരുപാട് ഇൻപുട്സും എടുക്കാവുന്നതാണ്. പക്ഷേ എല്ലാവരുടെയും ഇൻപുട്സ് ചിലപ്പോൾ നമുക്ക് ആപ്ലിക്കബിൾ ആവണമെന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെല്ലാവരും വ്യത്യസ്തരായിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആണ്. അപ്പം നമ്മൾ ഓരോ ഹ്യൂമൻ ബീങ്സും യുണീക്ക് ആണെന്ന് പറയും അല്ലേ. നമുക്കെല്ലാവരുടെയും നമ്മുടെ കേപ്പബിലിറ്റീസ്, നമ്മുടെ കാലിബർ, നമ്മുടെ എബിലിറ്റീസ്, നമ്മുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് എല്ലാം വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഒരാൾക്ക് വർക്കായ ഒരു കാര്യം ചിലപ്പോൾ വേറൊരാൾക്ക് വർക്കാവണമെന്നില്ല. ചിലപ്പോൾ അത് വർക്കാവണമെന്നുണ്ട്. അപ്പോൾ ചിലർ പറയും നമുക്ക് ബ്രില്യൻസ് നമുക്ക് നന്നായിട്ട് മിമിക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ബ്രില്യൻസിന് നല്ല ബ്രില്യൻ്റ് ആയിട്ട് ഒരാളെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ ഒരു പാറ്റേൺ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്കും സക്സസ്ഫുൾ ആകാൻ പറ്റും എന്ന് പറയും. ശരിയാണ്, അങ്ങനെ നമുക്ക് സക്സസ്ഫുൾ ആകാനായിട്ട് പറ്റും. പക്ഷേ ചിലപ്പോൾ ചിലർക്കത് സക്സസ്ഫുൾ ആക്കാൻ പറ്റണമെന്നില്ല. കാരണം ഒരാൾ പഠിക്കുന്നത് രാവിലെയാണ്, ഏർലി മോർണിംഗിൽ ഇരുന്ന് പഠിക്കുക എന്നുള്ളതാണ് ഒരാളുടെ പാറ്റേൺ. അതായത് രാവിലെ 3 മണിക്ക് എണീക്കുന്നു, എന്നിട്ട് 8 മണി വരെ ഇരുന്ന് പഠിക്കുന്നു എന്നുള്ളതാണ്. ചിലർ രാത്രി പഠിക്കുന്നതായിരിക്കും അവരുടെ പാറ്റേൺ. അപ്പം ഈ രാത്രി പഠിക്കുന്ന ഒരാൾ രാവിലെ 3 മണിയിലേക്ക് മാറുമ്പോൾ അവരുടെ ബോഡിയിൽ അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങൾ വരും, നമുക്ക് ഉറക്കം വരും, നമുക്ക് ഈ ഒരു പ്രോസസ്സ് ബോറിംഗ് ആയിട്ട് തുടങ്ങും. കാരണം നമ്മുടെ ഒരു എനർജി ലെവലിൽ നിൽക്കുന്ന ഒരു ടൈമിലേക്കല്ല നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്, നമ്മൾ യൂസ്ഡ് ആയിട്ടുള്ളൊരു ടൈമിലേക്കല്ല നമ്മൾ വന്നിരിക്കുന്നത്, നമ്മളൊരു ഷിഫ്റ്റാണ് അവിടെ നടത്തുന്നത്. അപ്പം അത് ചിലപ്പോൾ നമ്മളുടെ മോട്ടിവേഷനെ അഫക്റ്റ് ചെയ്തേക്കാം, നിങ്ങളുടെ ഒരു കൺസിസ്റ്റൻസി അഫക്റ്റ് ചെയ്തേക്കാം. സോ അങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത്, നമ്മളെല്ലാവരും യുണീക്കാണ്, നമുക്കെല്ലാവർക്കും കേപ്പബിലിറ്റി ഉണ്ട്, നമുക്ക് ഈ ഒരു സക്സസ് അച്ചീവ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി എല്ലാവർക്കും ഉണ്ട്. മോട്ടിവേഷൻ തീർച്ചയായിട്ടും വേണം, സക്സസ് സ്റ്റോറീസ് തീർച്ചയായിട്ടും കാണണം. പക്ഷേ കൂടുതൽ സമയം സക്സസ് സ്റ്റോറീസ് മാത്രം കണ്ട് നിങ്ങളെ ടൈം വേസ്റ്റ് ചെയ്യാതെ, സക്സസ് സ്റ്റോറീസ് നിങ്ങൾ എപ്പോഴൊക്കെ ഡൗൺ ആകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു അപ്പോഴൊക്കെ കാണുക. അതേപോലെ തന്നെ കൂടുതൽ സമയം ആക്ഷന് വേണ്ടിയിട്ട് എന്താണോ ചെയ്യേണ്ടത് കൂടുതൽ എഫേർട്ട് ഇട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. അപ്പം ഓട്ടോമാറ്റിക്കലി സക്സസ് നമ്മളെ തേടി വരുന്നതായിരിക്കും.